ശ്രീ സജി നന്ദിയാട്ടിനെ അടക്കം മിസ്റെപ്രസെന്റ് ചെയ്തു. അദ്ദേഹത്തെ അടക്കം എന്റെ കൂടെ ചേർത്ത് ആക്രമിച്ചു. അതായത് സജി നന്ദിയാട്ട് എല്ലാ ചാനലുകളിലും രാഹുൽ ഈശ്വറിനെതിരെയുള്ള നിലപാടെടുത്ത ആളാണ്, ബോച്ചയ്ക്കെതിരെ നിലപാടെടുത്ത ആളാണ്. ആ വ്യക്തിയെ അടക്കം കാർഡെടുത്ത് അധിക്ഷേപിച്ചിട്ട് അതിനൊരു മറുപടി പോലും ശ്രീ സജി നന്ദിയാട്ട് പറയുന്നില്ല. അതാണ് ഈ നാട്ടിലെ സ്ത്രീ അധികാരത്തിന്റെ ശക്തി. ഞങ്ങൾ ആണുങ്ങളുടെ ഞാൻ ധന്യരാമന് മറുപടി കൊടുക്കാൻ വരികയാണെന്നേ. അല്ല, ഒരു സെക്കൻഡ് സജി, ധന്യയുടെ പ്രധാന ചോദ്യമുണ്ട്. അല്ലല്ല, ധന്യയുടെ പ്രധാന ചോദ്യമുണ്ട്. രാഹുൽ ആളെ കൂട്ടുകയാണോ എന്ന്. ഒരു മിനിറ്റ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അല്ല, മാളവിക മാഡം, ഒരു ചോദ്യം മാത്രം. അല്ല, ഒരു ചോദ്യം മാത്രം. ഈ ചർച്ചയെ തന്നെ തെളിവ് കണ്ടില്ലേ? അതായത് അപ്പം പോലും അല്ല, സജി നന്ദിയാട്ടിനോടാണ് ചോദ്യം. ഈ ചർച്ചയെ പോലും മാളവികമാടും ധന്യമാടും കണ്ടില്ലേ? അദ്ദേഹത്തെ സ്വയം ആക്രമിച്ചിട്ട് പോലും ശ്രീ സജി നന്ദിയാട്ട് അപ്പോഴും ശ്രമിക്കുന്നത് ബോച്ചയെ പറയാനാണ്. സജി നന്ദിയാട്ട് മറുപടി പറയുമ്പോൾ രാഹുലിന്റെ കുഴിയിൽ വീണിട്ടാണോ മറുപടി പറയാൻ പോകുന്നത് സജി നന്ദിയാട്ട്? കണ്ട, മറ്റൊരാണ് രാഹുലിന്റെ ബുദ്ധി കഴിഞ്ഞ ഒരാഴ്ച കണ്ടോണ്ടിരിക്കുക. വേണു, ഞാൻ സംസാരിക്കട്ടെ. എന്താണെന്നറിയാവോ? ബോച്ച നല്ലവനാണ്. ബോച്ച മാർപ്പാപ്പ വന്നാൽ ബോച്ചെ അങ്ങോട്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കും. ബോച്ചെ എനിക്ക് ഇഷ്ടമാണ്. രാഹുൽ എടുത്ത് മടിയിലോട്ട് വെച്ചോ.